അധികാരത്തിനു വേണ്ടി മാത്രം എന്തു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഈ മുസ്ലിം ലീഗിൻ്റെ ഇതിലാണ് 1940 കോൺഗ്രസ് രാജിവെച്ച സമയത്ത് നിങ്ങൾ ആരോടൊപ്പം ചേർന്നിട്ടാണ് ഭരിച്ചത്? ഹിന്ദു മഹാസഭ. അന്ന് നിങ്ങളാണല്ലോ ഹിന്ദു മഹാസഭ. ഹിന്ദു മഹാസഭ ആരോടൊപ്പം? അന്നത്തെ മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗിനോടൊപ്പം കൂടി വെസ്റ്റേൺ പ്രൊവിൻസും അതുപോലെ തന്നെ ഇതെല്ലാം ഭരിച്ചവരല്ലേ നിങ്ങൾ, ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അധികാരം മാത്രമാണ് വിഷയം. ആ അധികാരം ഏത് തട്ടിപ്പിലൂടെ നേടിയാലും ആ അധികാരം നിങ്ങൾക്ക് വലിയ ആനന്ദം നൽകുന്ന ഒന്നാണ്, അതിനകത്ത് സംശയമില്ല. ഞങ്ങൾ അധികാരത്തിന് വേണ്ടി പോരാടിയവരല്ല, ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ആശയത്തിന് വേണ്ടി പോരാടിയവരാണ്. ആ ആശയത്തിൻ്റെ പോരാട്ടം ഇന്ന് ഈ രാജ്യത്ത് ബ്രിട്ടീഷിനേക്കാൾ വലിയ വർഗീയതയോടുകൂടി ഈ രാജ്യത്ത് തിരിച്ചു വരുമ്പോൾ, അജിംസ് നേരത്തെ ചോദിച്ചല്ലോ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന സർക്കാസ്റ്റിക് ഇതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ രണ്ട് മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്ന വാക്ക് പറയാൻ പാടില്ല. രണ്ട് മനുഷ്യരെ തമ്മിൽ, അവിടെ രണ്ട് സമൂഹങ്ങളെ തമ്മിലടിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ട് ഒരു ചാനലിൽ വന്നിട്ട് BJPയുടെ പ്രതിനിധി അല്ലാന്ന് ചിലപ്പോൾ അദ്ദേഹം പറയുമായിരിക്കും, പക്ഷെ BJPയുടെ പ്രതിനിധി തന്നെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം സർക്കാസ്റ്റിക് ആണെന്ന് പറഞ്ഞാൽ എവിടെ എത്തി അജിംഷെ ഇവർ നമ്മുടെ രാഷ്ട്രീയം എന്ന് ആലോചിച്ച് നോക്കൂ. രണ്ട് മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ പാടില്ലാത്ത ഒരു പ്രധാനമന്ത്രി രണ്ട് സമൂഹങ്ങളെ തമ്മിൽ സർക്കാസ്റ്റിക് ആയിട്ട് പറയുകയാണ്. പിന്നെ ഷാബു, മാവോയിസ്റ്റുകളെ കൊണ്ട് നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ്. ഞങ്ങളുടെ നേതൃത്വം ഛത്തീസ്ഗഡ് ഉൾപ്പെടെ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ നേതൃത്വമാണ് ഈ മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് മുഴുവൻ. ആ മാവോയിസ്റ്റ് ആക്രമണത്തെ ഞങ്ങൾ പ്രതിരോധിച്ചത് ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയിട്ടാണ്. ഞങ്ങൾ നിർമ്മിച്ചതിനപ്പുറമൊന്നും ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്നേ വരെ, ഈ നിമിഷം വരെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. തീവ്രവാദി ആക്രമണം മുതൽ മാവോയിസ്റ്റ് ആക്രമണം മുതലെല്ലാം ഈ പറയുന്ന 56 ഇഞ്ചിൻ്റെ നെഞ്ചളവ് പറയുമ്പോഴും ഈ രാജ്യത്തെ നിങ്ങൾക്ക് ചെറുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ പോലും പണയം വെക്കുന്ന രീതിയിൽ പാകിസ്ഥാൻ ആക്രമിക്കുക പോലും നിങ്ങൾ രാജ്യത്തെ വഞ്ചിക്കുന്ന സമീപനം മാത്രമേ എടുത്തിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം അജിംസിൻ്റെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് തോൽവി ഞങ്ങളുടെ വീര്യത്തെ കെടുത്തുമെന്നോ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ആത്മാഭിമാനത്തിനും വേണ്ടി നടത്തുന്ന പോരാട്ടത്തെ ക്ഷീണിപ്പിക്കുമെന്നോ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. 12 വർഷമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ഇല്ലാതെയാക്കാൻ നോക്കിയിട്ടും നിങ്ങൾക്കിപ്പോഴും ആ മനുഷ്യനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ അല്ല, തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ അവിടെ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ, കണക്കുകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ പോരാട്ട വീര്യത്തെ തൊടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ആ പോരാട്ട വീര്യം തുടർന്നുകൊണ്ടേയിരിക്കും. തെരഞ്ഞെടുപ്പുകൾ 1000 തോറ്റാൽ പോലും ഞങ്ങൾ ഇന്ത്യയുടെ ആശയത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കും. അജിംസ് പറഞ്ഞ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കാരണം ഞങ്ങൾ പോരാടുന്ന ബ്രിട്ടീഷുകാർക്ക് ഒരു മാന്യത ഒരു കാലത്തുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരോട് മാന്യതയുണ്ട്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി നിരാഹാരം കിടന്നപ്പോൾ ആ നിരാഹാരത്തിൻ്റെ പേരിൽ അവരുടെ തീരുമാനം മാറ്റാൻ പോയി പറഞ്ഞത് ആ സമ്മർദ്ദമല്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന മാറ്റമാണ് ആവശ്യമെന്ന് പറയാൻ ആ മാന്യത ആ ബ്രിട്ടീഷ് സർക്കാരിനോട് കാണിക്കാൻ കഴിയുമായിരുന്നു. ആ മാന്യതയ്ക്ക് അർഹരല്ലാത്തവരാണ് ഇന്ന് ഈ രാജ്യത്ത് വോട്ട് കൊള്ളയിലൂടെ ഭരിക്കുന്നത്, വാരണാസിയിൽ പരാജയപ്പെട്ട പ്രധാനമന്ത്രിയായിട്ട് ഇന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നെറികേടിനെതിരെയാണ് പോരാടുന്നത് എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷെ ആ നെറികേട് അവസാനിപ്പിക്കാൻ ഒരു കാലമുണ്ട്. ആ കാലം വരെ ഞങ്ങൾ പോരാടിക്കൊണ്ടേയിരിക്കും.